ഈ ഒരു പെയിന്റിങ് ഞാൻ എപ്പോഴാണ് തുടങ്ങിയെന്ന് അറിയോ? ഒരു വർഷം മുമ്പ് തുടങ്ങിയിട്ട് പകുതിക്ക് ഇട്ട പെയിന്റിംഗ് ആണ് ഇന്ന് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്തേ ഇത്രയും കാലമായിട്ട് കംപ്ലീറ്റ് ആക്കാത്തതെന്ന് വെച്ചാൽ ഒരു ഒറ്റ കാരണേ ഉള്ളൂ, മടി. ഇത് കംപ്ലീറ്റ് ആക്കാനുള്ള മടി കാരണം ഞാൻ ഇത് അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഉള്ളത്. അങ്ങനെ ഈ ഒരു പെയിന്റിംഗ് ഇന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വേറെ എന്ത് പണിയും ചെയ്യുമെന്ന് ഉറപ്പിച്ചിട്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് ആക്കാൻ ഇരുന്നിട്ടുള്ളത്. നിങ്ങൾ ഈ കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാതാക്കാന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് ഇപ്പൊ ഇവിടെ നടന്നിട്ടുള്ളത്. അതായത് ആദ്യം തന്നെ നല്ല രീതിയിൽ ആ ഫ്ലവേഴ്സ് സെറ്റ് ആയതായിരുന്നു. പക്ഷെ എന്റെ ഒരു ആർഭാടത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കളേഴ്സ് വെച്ചിട്ട് കുറച്ചധികം ഫ്ലവേഴ്സ് ആഡ് ചെയ്തു. അങ്ങനെ അവസാനം മൊത്തത്തിൽ എന്തോ ഒരു കോലായി. പക്ഷെ കുഴപ്പമില്ല, ഞാൻ അത് എങ്ങനെയൊക്കെയോ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനിത് ആക്രിലിക് കളേഴ്സ് വെച്ചിട്ടാട്ടാ പെയിന്റ് ചെയ്യുന്നത്. അങ്ങനെ പെയിന്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇത് ഞാൻ വോളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് സെലോ ടേപ്പ് വെച്ചിട്ടാണ്. ഞാൻ സെലോ ടേപ്പ് വെച്ചിട്ട് തന്നെയാണ് വോളിൽ എല്ലാ പിക്ചേഴ്സും ഒട്ടിച്ചു കൊടുക്കല്. സെലോ ടേപ്പ് അല്ലെങ്കിൽ മാസ്കിൻ ടേപ്പ്, ഇത് രണ്ടും വെച്ച് ഒട്ടിക്കുമ്പോൾ മതിൽ അങ്ങനെ കച്ചറയാവില്ല. നേരെ മറിച്ച് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നതെങ്കിൽ പിന്നെ മതിലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ടുള്ള ഒരുപാട് കലകൾ ഇപ്പോഴും എന്റെ മതിൽമേലുണ്ട്. സോ നിങ്ങൾ എന്തെങ്കിലും വോളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാതിരിക്കുക. ഒന്നിക്കലും മാസ്കിൻ ടേപ്പ് അല്ലെങ്കിൽ സെലോ ടേപ്പ് അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചു കൊടുക്കാൻ നോക്കാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ. പെയിന്റിംഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. സോ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.